വർഷങ്ങൾക്ക് ശേഷം. കുഴപ്പമില്ല. ധ്യാന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? എല്ലാ പടത്തിലും ഇതിൽ ഭയങ്കരമായിട്ടൊരു എഫോർട്ട് ഇട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ എന്നാലും അത്ര 100% പറയാൻ പറ്റില്ല. ഓക്കെ, ബോറടിക്കുന്നില്ല. പ്രണവ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രണവ് കൊള്ളാം. പഴയ മോഹൻലാലിനെ കണ്ടു താടിയൊക്കെ വെച്ചുകൊണ്ട് ആ ലെവലിലൊക്കെ വന്നിട്ടുണ്ട്. നിവിൻ പോളിയോ സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയുടെ ഒരു ഐറ്റാട്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? നിവിൻ പോളി കുറച്ച് കൊള്ളാം, കുഴപ്പമില്ല. ഇവരെങ്ങനെയാണ് പടം? ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, ആവറേജ്. മോർ ദാൻ ആവറേജ്. നിവിൻ സൂപ്പർ. സെക്കൻഡ് ഹാഫിന് ശേഷം നിവിൻ പോളിയുടെ ഒരു ഫുൾ സ്റ്റീലിംഗ് ദ ഷോ. അടിപൊളി പടം. എല്ലാവർക്കും ഫാമിലി ആയിട്ട് വിഷുവിന് വന്ന് കാണാം. നല്ല എങ്ങനെ ഉണ്ടായിരുന്നു? ധ്യാന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിവിൻ പോളിയുടെ ഒരു സെക്കൻഡ് ഹാഫ് എൻട്രി ഉണ്ടായിരുന്നില്ല, പൊളിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു? നിവിൻ പോളി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഏത് മൂവിയായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? അഴിഞ്ഞാടി തന്നെ പറയാം, അടിപൊളിയായിരുന്നു. അടിപൊളി ഫിലിം. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഞാൻ ഇതിനു മുന്നേ ഇത്രയും നന്നായിട്ട് അഭിനയിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഷാടികപ്പേരെ കൂട്ടമണി കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല. പ്രണവ് മോഹൻലാൽ കല്യാണിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സീനാണ്. പ്രണവിനെ കണ്ടിട്ട് പഴയ മോഹൻലാലിനെ പോലെ അങ്ങനെ വല്ലതും തോന്നി? ഏതെങ്കിലും സീൻ കണ്ടിട്ട് ഒരു സീനിലെ തോന്നി. നിവിൻ പോളി എങ്ങനെ ഉണ്ടായിരുന്നു? നിവിൻ പോളി കോമഡി. പടം സെക്കൻഡ് ഹാഫിലായിരുന്നു അടിപൊളി കോമഡി ഒക്കെ വന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. നിവിൻ പോളിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു.